ഹലോ, അസ്സലാമു അലൈക്കും. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്ന അതേ ടേസ്റ്റുള്ള എന്നാൽ അതിനേക്കാൾ ടേസ്റ്റുള്ള നല്ല അടിപൊളി ബ്രൗണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് ഒന്ന് അരിച്ചെടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒരു വട്ടം അരിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് 100 ഗ്രാം ചോക്ലേറ്റും 100 ഗ്രാം ബട്ടറും ചേർത്തൊന്ന് മെൽറ്റ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ടൊരു ബൗളെടുത്ത് 2 കോഴിമുട്ടയാണ് ഞാനിവിടെ പൊടിച്ച് വയ്ക്കുന്നത്. എന്നിട്ട് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മെൽട്ടാവുന്നവരെ, പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടാവുന്നവരെ ഒന്ന് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്ത് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. മിക്സ് വെച്ച് നന്നായി മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ടൈറ്റെന്ന് തോന്നുമ്പോൾ നമുക്ക് കുറച്ച് പാലൊഴിച്ച് കുറച്ചൊന്ന് ലൂസായി കൊടുക്കാം. അധികം ലൂസാവരുത്, കുറച്ചാണ് ഒഴിച്ച് കൊടുക്കാവൂ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവാവുന്നത് വരെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം. അധികം ലൂസായി പോവരുത്. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ഞാൻ മുകളിലായി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നല്ല മേലൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. ഞാനിത് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.